नमस्ते, आप कैसे हो? ठीक है ना? पिछले ऑनलाइन कक्षा देखे है ना? हाँ, ओके। किस पाठ के बारे में कहते हैं? हताशा से एक ही व्यक्ति बैठ गया था। ले, हताशा का मतलब बताइए। हताशा बोलिए। हताशा का मतलब हाँ, यस, ओके। हताशा, निराशा। ले, एक व्यक्ति बैठ गया था। लेखक कौन था? विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी लिखी है। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी लिखी है। ओके, देखो पन्ने संख्या 15 देखो, पेज नंबर 15, सेकंड पैराग्राफ, सॉरी थर्ड। व्यक्ति को मैं नहीं जानता था, हताशा को जानता था। कहते ही वे जानने की हमारी उस जानी पहचानी रूटी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है। यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते। सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की जरूरत है। यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है। देखिए, व्यक्ति को मैं नहीं जानता था। व्यक्ति का मतलब क्या था? व्यक्ति पे शब्द है और व्यक्ति എന്താണ്? मैं नहीं जानता था। ले, मैं नहीं जानता था। ഞാൻ ആ വ്യക്തി എന്താണ്? नहीं जानता था। जानना का मतलब क्या था? जानना, यस, അറിയുക, ले, जानना, അറിയുക। मैं വ്യക്തി को नहीं जानता था। ആ വ്യക്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയില്ലായിരുന്നു. ഹതാശ को जानता था. പക്ഷേ എന്ത് എനിക്കറിയാം? ഹതാശ, ആ വ്യക്തിയുടെ എന്താണ്? നിരാശയെ എനിക്കറിയാമായിരുന്നു. അല്ലെ, വ്യക്തിയെ അറിയില്ലെങ്കിലും ആ വ്യക്തിയുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു. कहते ही वे, ले, പറയുന്നു कि वे जानने की हमारी, ले, जानने की, അറിയുക എന്നുള്ള എന്താണ്? हमारी उस जानी पहचानी, അവരെന്താണ്? അറിയുക, മനസ്സിലാക്കുക എന്നുള്ള എന്തായിരുന്നു? रूटी को, ആ യാഥാസ്ഥികത്തെ, ആ പരമ്പരയെ എന്ത് ചെയ്യുന്നു? रूटी को तोड़ देते हैं जो, തോടിന അതിനെ പൊട്ടിക്കുക, ഉടച്ചു മാറ്റുക. तो व्यक्ति के, ले, ആ വ്യക്തിയുടെ എന്താ ചെയ്യുന്നു? നാം, നാം മത്തിലേക്കാണ് നാമ, നെയിം, ले, ആ വ്യക്തിയുടെ പേര്, അതുപോലെ പദ, അഡ്രസ്, ഉംറ, ഏജ്, വയസ്സ്, ഓഹദ, ഡെസിഗ്നേഷൻ, പദവി, या और അല്ലെങ്കിൽ ജാതി से जानने को जोड़ती है. ജാതി से, ആ ജാതിയുമായിട്ട് എന്താണ്? അറിയുന്നതുമായിട്ട് എന്താണ്? जोड़ती है, അതിനെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ പറയുന്നതാണ് നമുക്ക് ഒരു വ്യക്തിയെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആ വ്യക്തിയുടെ എന്ത് വേണം? നാമ, പേര് വേണം, അതുപോലെ അഡ്രസ് വേണം, ഉംറ, അല്ലെ, വയസ്സ് വേണം, അല്ലെങ്കിൽ എന്താണ്? ഓഹദ, ഡെസിഗ്നേഷൻ, പദവി, അല്ലെ, പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അല്ലെ, ഒരു വിദ്യാർത്ഥി, അല്ലെ, അതുപോലുള്ളൊരു പദവി, അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പദവി, ആ വേണം. ജാതി ജാനേക്കോ ജോഡി, അല്ലെങ്കിൽ ജാതി, അല്ലെ, ആ ജാതി ഉദ്ദേശിക്കുന്നത് ജാതി, മതം എന്നുള്ളതല്ല, മറിച്ച് എന്താണ്? ഒരു ഇനത്തിൽപ്പെട്ട, ആൺകുട്ടി, പെൺകുട്ടി, അങ്ങനെയുള്ള ആ ഒരു വർഗം, ഇനം, ജാതിയിൽപ്പെട്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? നമുക്ക് അറിയണം. यदि हम किसी व्यक्ति को उनकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते हो, हम कुछ नहीं जानते. ओके, यदि हम किसी व्यक्ति को, നമ്മൾക്ക് എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എന്ത് ചെയ്യുന്നു? ഉസ്കി ഹതാശ, അവരുടെ ഹതാശയും അതുപോലെ നിരാശ, അല്ലെ, നിരാശ, മോഹഭംഗങ്ങളും, അസഹായത, നിസ്സഹായതയും, അല്ലെങ്കിൽ നമുക്ക് സങ്കടസേനയും, അല്ലെ, സങ്കട, അവന്റെ പ്രയാസങ്ങൾ എന്താണ്? നെഹി ജാനത്തെ, അറിയില്ല എന്നുണ്ടെങ്കിൽ हम कुछ नहीं जानते, നമുക്ക് ഒന്നും തന്നെ അറിയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കേവലം ഒരു വ്യക്തിയുടെ എന്താണ്? പേര്, അല്ലെങ്കിൽ അഡ്രസ്, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, അല്ലെ, അതുപോലെ ജാതി, അല്ലെ, വയസ്സ്, അത് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് എന്താണ്?
ഒരു നിരാശയുണ്ടോ, ഹതാശയുണ്ടോ, നിസ്സഹായമായിട്ടുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അതും അറിയണം. അതറിയാതെ എന്താണ് മറ്റുള്ളത് മാത്രം അറിഞ്ഞത് കൊണ്ട് എന്താണ് ഒരു വ്യക്തി എന്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് ഇവിടെ നമ്മുടെ ലേഖകന്മാർ പറയുന്നത്. വളരെ കറക്റ്റാണ് അല്ലേ? ഒരു വ്യക്തി അയാളുടെ പേര് എനിക്കറിയാം, അഡ്രസ്സൊക്കെ അറിയാം, അയാൾക്ക് എന്താ ഇങ്ങനൊരു ഭയങ്കര ഒരു പ്രശ്നമുണ്ടല്ലോ അതെനിക്കറിയില്ല, അത് ഒട്ടും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതും കൂടെ അവൻ്റെ പ്രയാസങ്ങളും നിരാശയൊക്കെ അറിയണം. അല്ലാതെ പേരും അഡ്രസ്സും ജാതിയും വയസ്സും മാത്രം അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോക്കെ, सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? എന്താണ് सड़क पर घायल पड़े? सड़क का मतलब क्या है? सड़क पहला पार्ट में बताया कहानी में, सड़क बोलिए, यस, रोड, ले सड़क रोड, सड़क पर घायल पड़े अपरिचित व्यक्ति को, घायल, घायल का मतलब मुറിവ്, इंजुरी, ले റോട്ടിൽ എന്താണ് ഒരു മുറിവേറ്റതായിട്ടുള്ള എന്താണ് അപരിചിത വ്യക്തിക്കോ ദേക്കുക. ഒരു അപരിചിത വ്യക്തി നമുക്ക് എന്താണ് ഒരു അഞ്ചാർ അല്ലേ, ഒരു അറിവില്ലാത്ത പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പറയാൻ സാധിക്കുമോ? ഉസെ ഹം നഹീ ജാനത്തെ, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അയാൾ ചോദിക്കുന്നത്. നമ്മളെന്താണ് റോട്ടിലൂടെ പോകുമ്പോൾ എന്താണ് ഒരേ വാഹന ആക്സിഡന്റ് ആയിട്ടുണ്ടല്ലേ, ഒരാൾ കിടന്ന് ഇങ്ങനെ പിടയുന്നുണ്ട് അല്ലേ, വിട്ടുന്ന് നോക്കിയിട്ട് ഇയാൾ എനിക്ക് അറിയില്ല നമ്മളെ വഴിക്ക് പോവോ? ഒരിക്കലും ഇല്ല. മറിച്ച് എന്ത് ചെയ്യണം? അവിടെ എന്താണ് ഒരു മനുഷ്യത്വം അല്ലെ, ഒരു മാനുഷിക പരിഗണന എന്നുണ്ട് അല്ലെ. അവിടെ എന്താണ് പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ എന്നുള്ള ആ കാര്യം അല്ലെ, എല്ലാത്തിനും അതീതമായിട്ട് എന്താണ് അവിടെ നമ്മൾ കാണും മനുഷ്യൻ അല്ലെ. മനുഷ്യൻ എന്നുള്ള രീതിയാണല്ലേ, മനുഷ്യൻ എല്ലാവർക്കും എന്താണ് ഒരേ ഒരു വിലയാണ് നൽകേണ്ടതില്ലേ. അവിടെ എന്താണ് ജാതീയ പരമ്പുകളൊന്നും ഇല്ല അല്ലെ, അല്ലെങ്കിൽ ആൺ പെൺ പരമ്പുകളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നു അവരെ കാണാം. അപ്പൊ അങ്ങനെ ഒരു റോട്ടിലൊരു മുറിവേറ്റതായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തെ അറിയില്ല എന്ന് പറയുമോ എന്ന് ചോദിക്കണ ലേഖകൻ. നിങ്ങൾ അങ്ങനെ പറയുമോ? നിങ്ങൾ എന്താ ചെയ്യുക? അതെനിക്ക് അറിയാത്തതാണ് ഞാൻ എൻ്റെ വയ്ക്ക് പോകുമെന്ന് പറയാം? ഇല്ല, ഒരിക്കലും പറയില്ല അല്ലെ. അതാണ് യഥാർത്ഥ മനുഷ്യന്, അതാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവമേ അല്ലെ, വാസ്തവമേ അല്ലെ, സത്യത്തില് വാസ്തവമേ हम जानते हैं कि ये व्यक्ति मुसीबत में है അല്ലെ. വാസ്തവമേ യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്ത് ചെയ്യുന്നു? हम जानते हैं कि നമുക്ക് അറിയാൻ കഴിയും എന്ത്? ये व्यक्ति मुसीबत में है അല്ലെ. ഈ വ്യക്തി എന്താണ് മുസീബത്ത്, ഒരു അപകടത്തിൽ അല്ലെ. ആ വ്യക്തി എന്താണ് ഒരു അപകടത്തിലാണ്, മുസീബത്ത് മേ. और इससे हमारी मदद की जरूरत है. അദ്ദേഹത്തെ എന്താണ് മദത് की അല്ലെ, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ജരൂരത്ത് ഹെ, അത്യാവശ്യമാണ് അല്ലെ. ആ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരെ ജാനയ്ക്ക് യാത് ദിലാത്തി ഹെ. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരെ, ഒരു മനുഷ്യൻ എന്താണ് മനുഷ്യനെ പോലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കവിത മനുഷ്യക്ക് തരെ, ഈ കവിത എന്താ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു മനുഷ്യനെ പോലെ എന്ത് ചെയ്യുന്നു ജാനയ്ക്ക് അറിയുവാൻ എന്നെ യാത് ദിലാത്തി ഹെ, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അല്ലേ. ഈ കവിത എന്താണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം മനുഷ്യനായിട്ട് കാണണം അല്ലെ. ഇന്ന് നമ്മുടെ കാലഘട്ടം നമുക്കറിയാം അല്ലെ, ഒരു മനുഷ്യൻ എന്താണ് ഒരു ചെറിയൊരു ഉറുമ്പിന്റെ വില പോലും നൽകാത്ത ഒരു കാലഘട്ടമായി മാറി അല്ലെ. എല്ലാം എന്താണ് ആ രീതിയിലുള്ള മനുഷ്യൻ എന്താണ് കൊല ചെയ്യുന്നതിന് എന്താണ് ഒരു കോഴി എന്താണ് അറുക്കുന്ന ഒരു സമയം കൂടെ വേണ്ട ആളുകൾക്ക് അല്ലെ. അത്രയും മനുഷ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. ഇവിടെ ലേഖകൻ പറയണത് മനുഷ്യൻ എന്താണ് ഒരു മനുഷ്യനായിട്ട് കാണുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഈ കവിത നൽകുന്നത് അല്ലെ. വളരെ കറക്റ്റാണ് അല്ലെ. മാനുഷിക മൂല്യങ്ങളിലെ മാനുഷിക ച്യുതികൾ എന്താണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഈ കാലഘട്ടത്തിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് പറയുന്നത് അല്ലെ. ഒരു റോട്ടില് ഒരു മുറിവേറ്റായിട്ടുള്ള വ്യക്തി പിടയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അയാളെ അറിയില്ല അല്ലെ, അയാൾ അഡ്രസ്സ് അറിയില്ല, ജാതി അറിയില്ല, മറ്റുള്ളത് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ എന്താണ് ഇവിടെ ഒരു മനുഷ്യത്വം അല്ലെ. ഓരോ മനുഷ്യന്റെ ഉള്ളിലും എന്താണ് ഒരു മനുഷ്യത്വം എന്ത് ചെയ്യുന്നു ഇടം പിടിക്കുന്നുണ്ട് അല്ലെ. അതിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മളെ ഒരു മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് തരം പോലെ എന്താണ് അറിയുക എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് അതിൽ പറയുന്നത്. മനസ്സിലായത്? कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें, वो मुझे नहीं जानता था, आपको बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलने जानते थे. यही नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का
बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा। देखिए, कविता लगातार नहीं जाने कविത ലഗാതാർ കണ്ടിന്യൂസ് അല്ലേ, തുടർച്ചയായിട്ട് കവിത ലഗാതാർ കവിതയിൽ തുടർച്ചയായിട്ട് എന്തായിരുന്നു നഹി ജാനത്തെ എനിക്ക് അറിയില്ലായിരുന്നു. ആ ജാനിനെ ജാനിനെ അറിയുക എന്നുള്ള നമുക്ക് പയൻ കത്തി ജാത്തി അതെന്തായിരുന്നു ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ. ശില്പിക്ക് ബാലിക്ക് കാര്യകാരിക്കോ തേക്കോ ശില്പിക്ക് അതിന്റെ ശില്പഭംഗി അല്ലെ, അതിന്റെ രൂപത്തിന് എന്തായിരുന്നു ഇസ് ബാലിക്ക് കാര്യകാരിക്കോ തേക്കോ ബാലിക്ക് അതിന്റെ സൂക്ഷ്മമായിട്ട് എന്തായിരുന്നു അതിന്റെ കാര്യകാരി അതിന്റെ നിർമ്മാണം ശില്പി അല്ലെ, കാരികാരാണ് നിർമ്മാണ ശില്പി, അതിന്റെ ശില്പത്തെ എന്ത് ചെയ്യുക നമുക്ക് നോക്കാം കാണാം അല്ലെ, അതിന്റെ സൂക്ഷ്മമായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നോക്കാം അല്ലെ. ഒന്നിനെ അറിയാമായിരുന്നു, അറിയില്ലായിരുന്നു, കൂടെ നടക്കാൻ അറിയാമായിരുന്നു, അങ്ങനെ കുറെ അങ്ങനെ റിപ്പീറ്റേഷൻ വന്നില്ലേ നേരത്തെ, ആ റിപ്പീറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ വന്നിരുന്നു അല്ലെ, അതാ ഉദ്ദേശിക്കുന്നത്. ശില്പിക്ക് ഈ ഭാര്യ കാരികാരിക്കോ തേക്ക അതിന്റെ ഭാര്യക്ക് കാരികാരിക്കോ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുക അതിന്റെ ശില്പഭംഗിയെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. മുജേ നഹി ജാനതാ അവനെ മുജേ നഹി ജാനതാ എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് പടാനേക്കോ ജാനതാ പക്ഷെ എന്തറിയാമായിരുന്നു, ഹാത്ത് പടാനേക്കോ അല്ലെ, ഹാത്ത് പടാന കൈ നീട്ടാനല്ലേ, അവന്റെ നേരെ എന്താണ് അസ്ത്രങ്ങളൊന്നും ഉയർത്താൻ അറിയാമായിരുന്നു അല്ലെ, അവന്റെ നേരെ കൈകൾ ഉയർത്താനൊന്നും അറിയാമായിരുന്നു. ഹാത്ത് പടാനേക്കോ ജാനതാ. हम एक दूसरे को नहीं जानते थे, हम एक दूसरे का നമുക്ക് ഒരാൾക്ക് എന്താണ് മറ്റൊരാൾ എന്തെയ്യുന്നു നഹി ജാനത്തെ അറിയില്ലായിരുന്നു. സാത്ത് തന്നെ ജാനത്തെ അവന്റെ കൂടെ നടക്കാൻ അറിയാമായിരുന്നു അല്ലെ. ഒരാളെ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ ആളെ അറിയണമെന്നില്ല, നമുക്ക് അടുത്ത കൂടെ നടക്കാം അല്ലെ, അതാണ് പറയുന്നത്. ജാനത്തെ സാത്ത് തന്നെ ജാനത്തെ കൂടെ നടക്കാൻ അറിയാമായിരുന്നു. നഹി ജാന ഇവിടെ എന്താണ് നഹി ജാന അറിയില്ലായിരുന്നു, അത് ജാന അറിയാമായിരുന്നു. കവിതാമേ കിസി ലോകഗീത് കവിതയിൽ എന്താണ് കിസി ലോകഗീത് ഏതെങ്കിലും ലോകഗീത് ഫോക്ക് സോങ് അല്ലെ, നാടൻ പാട്ട്, ലോകഗീത് നാടൻ പാട്ട്, കവിതയിൽ എന്തായിരുന്നു കിസി ലോകഗീത് സ്ഥായിക്ക് തരെ ഒരു നാടൻ പാട്ടിലെ പോലെ എന്താണ് സ്ഥായിക്ക് തരെ അല്ലെ, സ്ഥിരമായിട്ട് വരുന്ന അല്ലെ, സ്ഥായിക്ക് തരെ ബാർബാർ ലൗട്ടാ ഹെ അല്ലെ, ബാർബാർ ലൗട്ടാ ഹെ അല്ലെ, തുടരെ എന്ത് ചെയ്യുന്നു ലൗട്ടാ ഹെ, ലൗട്ട്ന മടങ്ങി വരിക അല്ലെ. നമുക്കറിയാം ഒരു നാടൻ പാട്ടില് അല്ലെ, ആ വരികൾ എന്ത് ചെയ്യും ഒരു 4 ലൈൻ കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും, വീണ്ടും 4 വരി കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും അല്ലെ, നാടൻ പാട്ടുകൾ നമ്മൾ കേൾക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നു ഇവിടെയും എന്താണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ എന്താണ് അറിയാമായിരുന്നു, അറിയാനില്ലായിരുന്നു, കൂടെ നടക്കാൻ അറിയാമായിരുന്നു, കൈ നീട്ടാൻ അറിയാമായിരുന്നു അല്ലെ, അദ്ദേഹത്തെ പരിചയമില്ലായിരുന്നു, അങ്ങനെയുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നില്ലേ. അതിന് എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് ലോകഗീതിക്ക് അല്ലെ, ഒരു നാടൻപാട്ടിലെ സ്ഥായിക്ക് തരെ ബാർബാർ ലൗട്ടാ ഹെ അല്ലെ, നാടൻപാട്ടിൽ സ്ഥിരമായിട്ട് വരുന്നത് പോലെ എന്ത് ചെയ്യുന്നു ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു ഇങ്ങനെ മടങ്ങി വരുന്നു അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലൗട്ടാ ഹെ മടങ്ങി വരുന്നു. ओके, गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मक का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा. देखो, गद्य में लिखी हुई ले गद्य पद्य ले രണ്ട് വിഭാഗമാണ്, ഗദ്യ വിഭാഗം പദ്യ വിഭാഗം അല്ലെ. ഗദ്യത്തിൽ എന്ത് ചെയ്യുന്നു ലിഖി ഹുയി കിസി കവിതാമ എഴുതപ്പെട്ടതായിട്ടുള്ള ലിഖി ഹുയി കിസ് കവിതാമ കവിതയിൽ എന്ത് ചെയ്യുന്നു ലിറികൽ യാ ഗീതാത്മകത, ലിറികൽ അതിന്റെ ലൈൻസുകൾ, ലിറിക്സ് എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ ലൈൻസുകൾ ലിറികൽ യാ അല്ലെങ്കിൽ എന്താണ് ഗീതാത്മകത അതിന്റെ കാവ്യാത്മകമായിട്ടുള്ള അല്ലെ, ആ കവിതയുടെ ആ ടോണും അതുപോലുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. ഗീതാത്മകത ബോധ അല്ലെ, അതിന്റെ ബോധം എന്ത് ചെയ്യുന്നു ഈ സ്കൂബിക്ക് സാത്ത് വളരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു ഹിന്ദിക്ക് കിസ് കവിതാമേ ആയ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വരുന്നത് യാത് നെയ്യ് ആരാഹ അല്ലെ, എനിക്ക് എന്താണ് ഓർമ്മയില്ല അല്ലെ, ഹിന്ദിയിൽ ഇതുപോലെ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നില്ല അല്ലെ, അതുപോലെ എന്ത് ചെയ്യുന്നു വരുന്നില്ല. അതേസമയം നാടൻ പാട്ടുകളൊക്കെ എന്താ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു അറിയാമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലെ, അതാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, जैसे किसी गजल में आखिरी शोर के आखिरी शब्द श्रोताओं के जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता में अंतिम शब्द यानी साथ चलने के बाद यदि कविता पाठ रोक दिया जाए तो
सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते हैं। देखिए जैसे किसी गजल में എപ്രകാരം എന്നോ जैसे किसी गजल में ഏതെങ്കിലും ഗസലുകളിൽ അല്ലേ ഗസലുകൾ ഉറുദു ഗസലുകളൊക്കെ കേട്ടിട്ടില്ലേ ഗസലുകളിൽ എന്ത് ചെയ്യുന്നു ആഖിരി ഷോർക്ക് അതിന്റെ ലാസ്റ്റ് ഷോർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ശബ്ദം വാക്യം ശബ്ദം എന്നൊക്കെ അർത്ഥമാണ് ആഖിരി ഷോർക്ക് ആഖിരി ശബ്ദം അതിന്റെ അവസാനത്തെ വാക്ക് എന്ത് ചെയ്യുന്നു ശ്രോതാവുക്ക് ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ശ്രോത അത് അതേട് അത് കേൾക്കുന്ന ആളുകൾ ശ്രോതാവുക്ക് ജുബാൻ പർ അത് കേൾക്കുന്ന ആളുകളുടെ ജുബാൻ എന്ന് പറഞ്ഞാൽ ജീബ് ജബാൻ നാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ജുബാൻ പർ ആപ്സെ ആപ്പ് ആ ജാത്തേ ഹെ അല്ലേ താങ്കളിൽ നിന്ന് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കില്ല ഏതെങ്കിലും അറിയുന്ന പാട്ടുകളാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളിങ്ങനെ അറിയാതെ എന്ത് ചെയ്യും നമ്മളിങ്ങനെ മൂളിപ്പാടും അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇങ്ങനെ നാക്കിൽ വരും वैसे ही अप्रകാരം എന്ത് ചെയ്യുന്നു ഈ കവിതയ്ക്ക് അന്തിम शब्द ഇപ്രകാരം എന്ത് ചെയ്യുന്നു ഈ കവിതയിൽ എന്താണ് അന്തിम शब्द അവസാനത്തെ വാക്ക് യാനി അതായത് എന്ത് ചെയ്യുന്നു സാത്ത് സാത്ത് ചലന കൂടെ നടക്കുക അല്ലേ സാത്ത് സാത്ത് ചലന കെ ബാദ് അല്ലേ അതിന് ശേഷം എന്ത് ചെയ്യുന്നു യദി കവിതാപാട് രോക്ക് ദിയാ ജായേത്തോ ഈ കവിതാപാട് എന്ത് ചെയ്യുന്നു രോക്ക് ദിയാ ജായേത്തോ രോക്കിന സ്റ്റോപ്പ് ചെയ്യുക അവസാനിക്കുക അല്ലേ രോക്ക് ദിയാ ജായേത്തോ അല്ലേ അത് അവസാനിച്ചാൽ എന്ത് ചെയ്യുന്നു രോക്ക് ദിയാ സുന്നേവാല അല്ലേ സുന്നേവാല അത് കേൾക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു കുതു വാക്യം പൂരാ കർദേങ്കെ ഗുദ് സ്വയം എന്ത് ചെയ്യും വാക്യം പൂരാ കർദേങ്കെ ആ വാക്യം പൂർത്തീകരിക്കും അത് കഹേങ്കെ അല്ലെങ്കിൽ പറയും അല്ലേ ജാൻതേതെ എനിക്ക് അറിയാമായിരുന്നു അല്ലേ ഇപ്പം നമ്മൾക്കറിയാം ഒരു പാട്ടിലെ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ടോണിലെ മ്യൂസിക് വരുമ്പോഴത്തേന് ആ പാട്ട് അതെനിക്കറിയാം എൻ്റെ നാട്ടിൽ വന്നിങ്ങനെ കളിക്കുന്നു ആ പാട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പാടും അതുപോലെ എന്ത് ചെയ്യുന്നു അത് എനിക്ക് എന്ത് ചെയ്യുന്നു കഹേങ്കെ അവർ പറയുന്നത് ജാൻതേതെ എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം അവർ പറയും അതാണ് ഉദ്ദേശിക്കുന്നത് लास्ट में आप लोग ये कविता जानना शब्द के ट्यूटिक्स अर्थ को पूरी तरह से बदल देती है। इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कर देते हैं। शेष पंक्तियां उसी कहे गए को और सघन और गहरा करती है। कविता का संदेश है कि 2 मनुष्यों को बीच मनुष्यता का अहसास यानी मानवीय संवेदना होना जरूरी है जानकारियां जरूरी नहीं किंतु यह संदेश कविता में उपदेश की तरह नहीं आता। ओके ये कविता जानना शब्द के रूढ़िगत अर्थ को पूरी तरह से बदल देती है। ये कविता ये पोएम ये कविता जानना शब्द के रूढ़िगत अर्थ को रूढ़िवादी अല്ലേ അതിന്റെ പരമ്പരാഗതമായിട്ടുള്ള रूढ़िगत अर्थ को पूरी तरह से बदल देती है पूर्ण रूप से बदल देती है चेंज करती है अല്ലേ പൂർണ്ണ രൂപത്തിൽ എന്ത് ചെയ്യുന്നു बदल देती है അത് ചേഞ്ച് ചെയ്യുന്നു। इस कविता की पहली 2 पंक्तियों में ही पहला 2 पंक्ति का मतलब क्या था पंक्ति लाइन्स ആ കവിതയുടെ ആദ്യത്തെ 2 വരികൾ 2 ലൈൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്। पहली 2 पंक्तियों में ही कवि अपनी पूरी बात कर देते हैं आपके सामने बताते हैं पूरी बात आपके सामने बताते हैं। कविता का अंतिम लास्ट വരികളൊക്കെ എന്ത് ചെയ്യുന്നു पूरी बात कर देते हैं പറയുന്നു। इस कविता की पहली 2 पंक्तियों में ഈ കവിതയുടെ എന്താണ് ആദ്യത്തെ 2 ലൈൻസിൽ എന്ത് ചെയ്യുന്നു कवि अपनी पूरी बात को कर देते हैं पूरी बात को कर देते हैं सभी बातों को हमारे सामने बताते हैं कर देते हैं। शेष पंक्तियां बाकी पंक्तियों में भी कहे गए को बाकी पंक्तियों में कहे പറയുന്നത് और सघन और गहरा करती है सघन എന്ന തിക്നെസ് അതിന്റെ ആ ഗാഢതയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഗഹര करती है ഗഹര അതിന്റെ ഡീപ്പായിട്ട് ആഴങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു ചെന്നെത്തുക അതിന്റെ ഗാഢതയെയോ അതിന്റെ ഡീപ്പ് ഡീപ്പായിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നു। इस कविता का संदेश है कि इस कविता का संदेश का मतलब क्या था मैसेज ഈ കവിതയുടെ മെസ്സേജ് എന്താണ് तो मनुष्यों को बीच मनुष्यता का अवसास यानी मानवीय संवेदना होना जरूरी है
जानकारियां जरूरी नहीं. देखिए दो मनुष्यों को बीच അല്ലേ രണ്ട് മനുഷ്യർക്ക് എന്താണ് ബീച്ച് ബിറ്റ്വീൻ ഇടയിൽ അല്ലേ രണ്ട് മനുഷ്യർക്ക് ഇടയിൽ എന്താണ് മനുഷ്യനൊക്കെ ആശ്വാസ് അല്ലേ മനുഷ്യത്വം എന്നുള്ള ആ ഒരു തോന്നല്ലേ ആശ്വാസ് അല്ലേ ഒരു മനുഷ്യൻ ഞാനൊരു മനുഷ്യനാണ് അല്ലേ ഒരു മാന്യനാണ് എന്നുള്ള ആ ഒരു തോന്നലല്ലേ മനുഷ്യനും മൃഗവും എന്താണ് അല്ലെങ്കിൽ വ്യത്യാസം അല്ലേ നമുക്ക് എന്ത് വേണം മനുഷ്യനാണ് എന്നുള്ള ഒരു നിലപാട് വേണം അല്ലേ അല്ലെങ്കിൽ മൃഗവും നമ്മൾ എന്താണ് ഒരുപോലെ അല്ലേ കന്നുകാലികളെ പോലെ തന്നെയാണ് നമ്മളും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് तो मनुष्यों को बीच मनुष्यता का आश्वास यानी മാനവീയ സംവേദന ഓനാ ജരൂരിയെ മാനവീയ സംവേദന മാനുഷികമായിട്ടുള്ള ഒരു സംവേദനകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ജരൂരിയെ അത്യാവശ്യമാണ് അല്ലേ ആവശ്യമാണ് അല്ലേ മാനുഷിക സംവേദന എന്നുള്ളത് എന്താണ് ആവശ്യമാണ് ജാൻകാരിയ ജരൂരി നെയ് അല്ലേ ജാൻകാരിയ അറിയുക എന്നുള്ളത് അല്ലേ രണ്ട് മനുഷ്യരും തമ്മിൽ അറിയുക എന്നുള്ള ആവശ്യമല്ല അല്ലേ ഒരു പക്ഷെ എന്താണ് നമ്മൾ റൂട്ടിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് പരസ്പരം അറിഞ്ഞോളണം എന്നില്ല അല്ലേ ഒരു മാനുഷിക പരിഗണന വെച്ച് അയാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എന്താണ് നമ്മൾക്ക് കഴിയും അത് എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും അല്ലേ അവിടെ എന്താണ് അറിയുക എന്നുള്ള ഒരു കാര്യത്തിന് ഒട്ടും തന്നെ പ്രസക്തി ഇല്ല അതാണ് പറയുന്നത് किंतु ये संदेश कविता में उपदेश की तरह नहीं आता किंतु എന്നിരുന്നാലും എന്തായിരുന്നു ये संदेश ये मैसेज अല്ലേ ഏത് മെസ്സേജ് दो मनुष्यों को बीच मनुष्यता का आश्वास यानी मानवीय संवेदना जरूरी है जानकारियां जरूरी नहीं अല്ലേ जानकारियां जरूरी नहीं इस संदेश कविता में उपदेश की तरह कविता में उपदेश की तरह नहीं है जरूरी नहीं अല്ലേ उपदेश की तरह नहीं आता കവിതയിൽ എന്താണ് ഒരു ഉപദേശം കലക്കെ എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ കവിത സംശയന ഈ കവിതയുടെ ഒരു ഒരു ആശയമാണെന്ന് പറയുന്നത് അല്ലേ പരിചയാത്മക ടിപ്പണി അല്ലേ കവിതയുടെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടിപ്പണിയാണ് പറഞ്ഞത് അല്ലേ മനുഷ്യത്വത്തെ കുറിച്ചാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ അത്ര വലിയ എന്താണ് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇത് പരീക്ഷയ്ക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്നും വരാറുണ്ട് അപ്പൊ നന്നായിട്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക ഓക്കെ ഇത് ഒരു ഹോംവർക്ക് നെക്സ്റ്റ് അസൈൻമെന്റ് തരുന്നുണ്ട് टिप्पणी के आधार पर लिखे खंड संख्या 17 देखो पेज नंबर 17 देखिए टिप्पणी के आधार पर लिखे जानने के रूढ़िगत आधार जानना എന്നുള്ള രൂഢീകൃതമായിട്ടുള്ള ആധാരവും जानने का असली आधार ഒറിജിനൽ ആയിട്ടുള്ള ആധാരം അല്ലേ जानना എന്നുള്ളത് എന്താണ് രൂഢീകൃത പരമ്പരാഗതമായിട്ടുള്ള ആധാരം അതുപോലെ തന്നെ എന്താണ് जाननेക്ക് അസലി ആധാരം जानना എന്നുള്ളത് ഒറിജിനൽ ആയിട്ടുള്ള ആധാരം എന്ത് ചെയ്യുക അത് പാഠഭാഗത്തു നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കുക വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് വിളിച്ചിട്ടൊക്കെ ചോദിക്കുക 10th ആണ് എന്നുള്ളൊരു നിങ്ങൾക്ക് എന്ത് വേണം ഒരു 10th സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കുറേ ആളുകൾ ആൻസറുകൾ സെൻഡ് ചെയ്തിട്ടില്ല ഓരോ ടീച്ചേഴ്സിന്റെ ആവശ്യം പോലെ നിങ്ങളെ വിളിച്ച് അവരെ സെൻഡ് ചെയ്ത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ നിങ്ങളാണ് അതിന്റെ ആളുകൾ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെയാണ് നിങ്ങളെ പാരന്റ്സിനോട് പറയാനുള്ളത് ഞാൻ പറയുന്നുണ്ട് അതിന് പുറമെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ 10th എന്നുള്ളത് വേണം അല്ലാതെ ഓരോ ചെറിയ KG പഠിക്കുന്ന പിള്ളേരോട് പറയും പോലെ നിങ്ങളെ പാരന്റ്സിന് നമ്മളൊന്നും ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല അത് ചെയ്തോ ഇത് ചെയ്തോന്ന് അന്നാണ് എടുക്കുന്ന വർക്കുകൾ അന്ന് നൈറ്റിൽ കിടക്കുന്നതിന്റെ മുമ്പായിട്ട് അന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കിടക്കണ്ട പുലർച്ചെ ഓടിയിരുന്ന് എഴുതിക്കോ അതാണ് വേണ്ടത് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുക ഇനി ഇത് ആരാ അയച്ചത് അയക്കാത്തതെന്ന് ചോദിക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് സെൻഡ് ചെയ്ത് തരിക മറക്കണ്ട ഓക്കെ ധന്യവാദം